എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം ഹയർ കെ വി സോളാർ ചാർജർ കൺട്രോളറായ MPPT മദർ ബോർഡ് എങ്ങനെ അസംബിൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ യൂണിറ്റ് എങ്ങനെ ഫുള്ളായിട്ട് അസംബിൾ ചെയ്യുന്നു എന്നതിനെ കുറിച്ചിട്ടുള്ളതാണ്. എല്ലാവരും അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയ MPPT ഒക്കെ ഏകദേശം 96 വോൾട്ട് വരെ ഉള്ളതാണ്. അത് തന്നെ ഒരു ഹയർ കെ വി ആണ്. അപ്പോൾ ഈ 96 വോൾട്ടിൻ്റെ ഇൻവെർട്ടർ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത് അസംബിൾ ചെയ്യുന്നത്, മദർ ബോർഡ് അസംബിൾ ചെയ്യുന്നതെല്ലാം നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ MPPTയുടെ മദർ ബോർഡുകളെല്ലാം അസംബിൾ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. അതായത് 12 വോൾട്ട് മുതൽ ഇങ്ങേറ്റം 96 വോൾട്ട് വരെ ഉള്ള എല്ലാ റേഞ്ചിലുള്ള ബോർഡുമാണ് നമ്മളിവിടെ അസംബിൾ ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് 12 വോൾട്ട് മുതൽ 96 വോൾട്ട് വരെയുള്ള പ്യൂർ സൈൻ വേവ് ഇൻവെർട്ടറിൻ്റെ മദർ ബോർഡ് അസംബിൾ ചെയ്യുന്നതാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടി കമ്പൈൻഡ് ആയതുകൊണ്ടാണ് ഇത് എടുത്ത് പറയുന്നത്. കാരണം നമുക്ക് ഈ ഹയർ കെ വി ഇൻവെർട്ടറുകളൊക്കെ അല്ലെങ്കിൽ UPS ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാരണവശാലും KCBയോ അല്ലെങ്കിൽ ഗ്രിഡ് കണക്ഷൻ്റെയോ ആവശ്യമില്ല. അപ്പോൾ ആ ഒരു സെക്ഷനിലെ ബാറ്ററി ചാർജ് ചെയ്യുന്നതിന് നിർബന്ധമായിട്ട് നമുക്കൊരു സോളാർ ചാർജ് കൺട്രോൾ ആവശ്യമാണ്. അപ്പോൾ ആ ഒരു സോളാർ കൺട്രോൾ വളരെ ഹൈ എഫിഷ്യൻസിയുള്ള MPPT തന്നെയാണ് നമുക്ക് ഇവിടെ വേണ്ടത്. എന്നാലും നമുക്ക് മഴക്കാലത്തും ഈ ബാറ്ററി ചാർജ് ആവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ മഴക്കാലത്തും ചാർജ് ആകുന്ന തരത്തിലുള്ള ഒരു MPPT ആണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു MPPT നമ്മളിപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നത് 120 വോൾട്ടിൻ്റെയാണ്. അപ്പോൾ 120 വോൾട്ടിൻ്റെ ഇൻവെർട്ടർ നമ്മളിതിന് തൊട്ട് മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തലത്തിൽ നമുക്ക് 120 വോൾട്ടിൻ്റെ MPPTയുടെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഹയർ കെ വി 120 വോൾട്ടിൻ്റെ ഇൻവെർട്ടർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സോളാർ ചാർജ് കൺട്രോളർ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ 120 വോൾട്ടിൻ്റെ MPPT നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ A to Z അസംബ്ലിംഗ് ആണ്. മദർ ബോർഡ് അസംബ്ലിംഗ്, അതേപോലെ ക്യാബിനറ്റ് ഫിറ്റ് ചെയ്ത് എല്ലാം ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലുള്ള സെറ്റപ്പാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു MPPTയുടെ ഒരു പ്രത്യേകത എടുത്തു പറയാനുള്ളത്, ഈ ഒരു MPPT ഹയർ കെ വിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഹൈ വോൾട്ടിലാണ് ഫംഗ്ഷൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾക്ക് ഇതിൽ കൊടുക്കാവുന്ന VOC 300 വോൾട്ടാണ്. അപ്പോൾ മാക്സിമം നമുക്ക് ഇതിൽ 300 വോൾട്ട് വരെ കണക്ട് ചെയ്യാം. പക്ഷേ നമുക്കിവിടെ 300 വോൾട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഇത് 120 വോൾട്ട് ബാറ്ററി ചാർജ് ആകുന്നതിനായിട്ട് നമുക്കൊരു 5 kW പാനൽ വെക്കേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ ഡബിളായിട്ടാണ് വെക്കുന്നത്. 5 kW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 kW 2.5 kW പാരൽ ചെയ്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ 2.5 kW വരുമ്പോൾ തന്നെ അതിൻ്റെ VOC 250 വോൾട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു 250 വോൾട്ട് റേഞ്ച് വരുന്നത് തന്നെ ഹൈ റിസ്ക് ഉള്ള വോൾട്ടാണ്. അപ്പോൾ നിങ്ങൾ അത്രയുള്ള വോൾട്ടേജ് കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. നമ്മളുടെ ഒരു ചെറിയൊരു അശ്രദ്ധ മതി നമുക്ക് ചെറിയൊരു ഷോക്ക് ഏൽക്കാനും അതിൻ്റേതായ കാര്യങ്ങളിലോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ വളരെയധികം ഒരു ഡേഞ്ചർ സിറ്റുവേഷനിലോട്ട് പോകാതിരിക്കുവാനാണ് നമ്മളിത് എടുത്തു പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് വളരെയധികം കെയർഫുള്ളായിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ കാര്യം മാത്രമല്ല, നിങ്ങൾ ഇലക്ട്രിസിറ്റിയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ KCBയിലായാലും ഗ്രിഡിൻ്റെ കണക്ഷൻ ആയാലും നമ്മൾ ഇതേപോലെയുള്ള കണക്ഷൻ ആയാലും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ഷോക്ക് ഏൽക്കാൻ സാധ്യതയുണ്ടെന്ന് എല്ലാവർക്കും തിരിച്ചറിയുള്ളതാണ്. ഇപ്പോൾ ബേസിക് അറിയാവുന്ന ആളുകളൊക്കെ ഈ ഇതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുള്ളൂ. എന്നാലും നമ്മളിതൊന്ന് എടുത്തു പറയുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു 120 വോൾട്ടിൻ്റെ MPPT അസംബിൾ ചെയ്യുമ്പോൾ ഇതിൽ മാക്സിമം കൊടുക്കാവുന്നത് 300 വോൾട്ട് VOC ആണെങ്കിൽ നമുക്ക് ഇവിടെ 300 വോൾട്ടിൻ്റെ ആവശ്യം വരുന്നില്ല എന്ന് പറഞ്ഞു. അത് 250 വോൾട്ടായിട്ട് നമ്മൾ 2 സെക്ഷൻ പാരൽ ചെയ്തിട്ടാണ് ഇതിൽ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ഉപയോഗിക്കാവുന്ന യൂണിറ്റുകളൊക്കെ ഹയർ വോൾട്ടിൻ്റേതാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഇത് പറയുകയാണെങ്കിൽ ഇതിൻ്റെ മോസ്ഫെറ്റ് 300 വോൾട്ടാണ്. അതേപോലെ ഇതിൽ ഉപയോഗിക്കാവുന്ന ഡയോഡുണ്ട്, അതൊരു ഡ്യുവൽ ടൈപ്പ് ഡയോഡാണ്. അത് ഹെവി മോസ്ഫെറ്റ് പോലെ തന്നെ ഇരിക്കുന്നതാണ്. അത് ഇതിൽ നമുക്ക് ഉപയോഗിക്കുന്നത് 400 വോൾട്ടിൻ്റെയാണ് നമുക്കിവിടെ ലഭ്യമാവുന്നത്. കാരണം 200 വോൾട്ട് കഴിഞ്ഞാൽ പിന്നെ 300 വോൾട്ട് നമുക്കിവിടെ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത് 400 വോൾട്ട് ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അത് 600 വോൾട്ടാണ്. അപ്പോൾ അതേപോലെ നമുക്ക് അതിലിടുന്ന ഫിൽറ്ററിങ് കപ്പാസിറ്റർ ഇതിൽ ഉപയോഗിക്കുന്നത് 450 വോൾട്ടിൻ്റേതാണ്. അതേപോലെ വരുന്ന കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. ഇതിലിരുന്ന ഒരു ബോക്സ് കപ്പാസിറ്റർ ഉണ്ട്, അതും നമുക്കിത് ഹയർ വോൾട്ടിൻ്റേതാണ്. അതായത് സാധാരണഗതിയിൽ അത് 1 MFD ആണ് ഇടുന്നതെങ്കിൽ ഇതിൽ 1.5 MFD 450 വോൾട്ടിൻ്റെ ബോക്സ് കപ്പാസിറ്ററുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതേ തരത്തിലുള്ള ഹെവി ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതിൽ നമ്മൾ അസംബിൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നതെന്ന് നോക്കാം. അതേപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിലോ ഉപകാരപ്രദമാണെങ്കിലോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടാതെ ഞാനിടുന്ന വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതിനായി താഴെയുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളുടെ ബ്രാൻഡായിട്ടുള്ള സോളാർ പവറിൻ്റെ ഹൈ വോൾട്ടേജിൻ്റെ സോളാർ ചാർജ് കൺട്രോളറാണ്, അതായത് MPPT. അപ്പോൾ നമുക്ക് ഈ ഒരു MPPT 120 വോൾട്ടിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു MPPTയുടെ പ്രത്യേകത, നമ്മളിത് ഫുള്ള് അതായത് A to Z അസംബിൾ ചെയ്തതാണ്. നമ്മൾ ഇതിനു മുമ്പ് കാണിച്ച 96 വോൾട്ടിനേക്കാളും കുറച്ച് വലിപ്പമുള്ള ഒരു ബോർഡാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. അതിനേക്കാളും വലിയൊരു സെൻഡസ്റ്റ് കോയിലാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു MPPTയുടെ ക്യാബിനറ്റ് കുറച്ച് വലിപ്പം കൂടിയതാണ്. ഇപ്പോൾ ഇതിനു മുമ്പ് കാണിച്ച 2 ടൈപ്പ് ക്യാബിനറ്റുണ്ട്. നോർമൽ ക്യാബിനറ്റും
പിന്നെ അതിൻ്റെ വലിയ ക്യാബിനറ്റും ഉണ്ട്. ഇപ്പോൾ 96 വോൾട്ടൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാബിനറ്റാണ് കുറച്ച് നല്ലത്. കാരണം കോയിൽ കൂടുതൽ ഇടണമെന്നുണ്ടെങ്കിൽ കുറച്ച് വീതി വേണം. ഇതിനു മുമ്പ് കാണിച്ച ക്യാബിനറ്റുകാലം വലിപ്പം ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അളവൊന്ന് നോക്കാം. 15.5 ഇഞ്ചാണ് ഇതിൻ്റെ നീളം. അതേപോലെ 9 ഇഞ്ചാണ് വീതി. ഹൈറ്റ് വരുന്നത് 5.5 ഇഞ്ചാണ്. നമുക്ക് ക്യാമറയിൽ കിട്ടുന്നതിന് വേണ്ടി നേരെ വെച്ചാൽ കിട്ടാത്തതുകൊണ്ട് ഈ ഒരു യൂണിറ്റ് നമ്മളിങ്ങനെ ഈ നീളത്തിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കണക്ഷൻ സൈഡൊന്ന് നോക്കാം. അത് നല്ലൊരു ഭംഗിയുള്ള ക്യാബിനറ്റാണ്. ഇതിൻ്റെ കളറ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഈ വൈറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ക്യാമറയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് കുറച്ചു ഇരുണ്ടായിരിക്കുള്ളൂ ഇരിക്കുന്നത്. എന്നാലും നമ്മൾ മാക്സിമം അത് കറക്റ്റ് ചെയ്യാൻ നോക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് കണക്ഷൻ ടെർമിനൽ വരുന്നത്. അപ്പോൾ ഇവിടെ കണക്ഷൻ ടെർമിനലിൽ പാനൽ വോൾട്ട് നെഗറ്റീവ്, പാനൽ വോൾട്ട് പോസിറ്റീവ്, അതേപോലെ ബാറ്ററി വോൾട്ട് പോസിറ്റീവ്, ബാറ്ററി വോൾട്ട് നെഗറ്റീവ്, ഗ്രിഡായ ഫേസ് ഇൻ ഫേസ് ഔട്ട്. ഇവിടെ 2 കൺട്രോൾ സ്വിച്ച് വരുന്നുണ്ട്, പവർ ഓൺ സ്വിച്ച് വരുന്നുണ്ട്, ഓട്ടോ സോളാർ വരും. ഓട്ടോ സോളാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഗ്രിഡ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓൺ ഓഫ് സ്വിച്ചാണ്. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദർ ബോർഡിലോട്ടുള്ള പവർ ആണ് ഈ ഒരു സ്വിച്ച്. അതേപോലെ ഇപ്പോഴത്തെ സെറ്റപ്പ് സോക്കറ്റാണുള്ളത്. നമ്മളിത് എക്സ്റ്റേണൽ കാലിബ്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സോക്കറ്റ് ഇതിൽ വെച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ മോഡൽ SP 80 ആംപിയർ, ബാറ്ററി 120 വോൾട്ട്, പാനൽ 6000 വാട്ട്, സീരിയൽ നമ്പറാണ്. ഇനി ഇതിൻ്റെ ടോപ്പ് സൈഡ് നോക്കാം. ടോപ്പ് സൈഡ് ഇവിടെ കൂളിംഗ് ഫാനാണ്. അപ്പോൾ ഇത്രയും വലിയൊരു യൂണിറ്റ് ആയതുകൊണ്ട് നമ്മൾ ഇതിൽ നല്ല പവർഫുൾ ആയിട്ടുള്ള കൂളിംഗ് ഫാനാണ് വെക്കേണ്ടത്. ഇത് 3 ഇഞ്ചാണ്. 3 ഇഞ്ച് നമ്മളിതിൽ ഡബിളാണ് വെച്ചിരിക്കുന്നത്. ഇനി 4 ഇഞ്ചാണെങ്കിൽ സിംഗിൾ വെക്കാം. 4 ഇഞ്ച് വെക്കുമ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് വെക്കണം. കാരണം ഇത് മേക്ക് ചെയ്ത് വരുന്നത് 3 ഇഞ്ചിനാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ബ്രാൻഡ് നെയിമും മോഡലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ബാറ്ററി സപ്ലൈ എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ LCD ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നതുകൊണ്ട് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും നമുക്ക് ഇത് ഒന്ന് നോക്കാം. ഇതിൻ്റെ ആദ്യം വരുന്ന ബ്രാൻഡ് നെയിമാണ് സോളാർ പവർ. സോളാർ വോൾട്ട് 141 വോൾട്ട്, ബാറ്ററി വോൾട്ട് 139.4, ചാർജിങ് 8.7 ആംപിയർ. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിതിൻ്റെ വോൾട്ടേജൊക്കെ ഒന്ന് മൾട്ടിമീറ്ററിലും കൂടി നോക്കാം. നമുക്ക് ആദ്യം ബാറ്ററി വോൾട്ട് ഒന്ന് നോക്കാം. 140 വോൾട്ട്. അതേപോലെ പാനൽ വോൾട്ട് ഒന്ന് നോക്കാം. 143 വോൾട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള, പാനൽ വോൾട്ട് ഹൈ ആയി വരും. ഞാനിവിടെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ടെസ്റ്റർ കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് അധികം വോൾട്ടേജ് ഇതിൽ കയറ്റാൻ പറ്റാത്തത് കൊണ്ടാണ്. നമുക്ക് പാനലിൽ നിന്നാണെങ്കിൽ ഇതിൽ 300 വോൾട്ട് വരെ വരാം. അപ്പോൾ ഇത് ഹയർ വോൾട്ടിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വോൾട്ടേജ് സെക്ഷനിൽ ഒന്നും കൈയിൻ്റെ ഭാഗങ്ങളോ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളോ ഒരു കാരണവശാലും ടച്ച് ചെയ്യാൻ പാടില്ല. അതേപോലെ ഇത്രയും ഒരു വലിയൊരു MPPT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലോ ലൈറ്റിലും, അതായത് ഇപ്പോൾ നമ്മളൊരു നേരം വെളുത്ത് വരുന്ന ഒരു സാഹചര്യമായിട്ടുള്ള ഒരു 6 മണി സമയത്തും ഇതിൻ്റെ ചാർജിങ് നടക്കുന്നതാണ്. കാരണം അത്രയും വലിയൊരു ഹൈ വോൾട്ടേജാണ് വരുന്നത്. ഹൈ വോൾട്ടേജ് കൺവേർട്ട് ചെയ്ത് ആംപിയർ ആയിട്ടാണ് നമ്മളുടെ ഈ MPPT ബാറ്ററിയിലോട്ട് ചാർജിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഴയുള്ള സമയത്താലും ബാറ്ററി ചാർജ് ആയതുകൊണ്ടിരിക്കുന്നത്. കാരണം വോൾട്ടേജാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. വോൾട്ടേജ് കുറവായിരിക്കുള്ളൂ മഴയുള്ള സമയത്ത്. എന്നിരുന്നാലും നമുക്ക് ബാറ്ററി അത്യാവശ്യം ചാർജ് ആവാനുള്ള വോൾട്ടേജ് നമുക്ക് ആംപിയർ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ ടോപ്പ് കവറിലാണ് ഇതിൻ്റെ LCD വരുന്നത്. അപ്പോൾ LCDയുടെ വയർ ഈ ബോഡിയിലോട്ട് ഇൻസേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ശ്രദ്ധിച്ച് വേണം നമ്മളത് ഊരാൻ. വലിച്ചു പറിച്ചെടുത്ത് LCD വയർ പൊട്ടിക്കരുത്. നമുക്കിത് കെയർഫുള്ളായിട്ട് തന്നെ പതിയെ ഉയർത്തിയിട്ട് ഈ സൈഡിലോട്ട് തന്നെ വെക്കാം. എന്നാലേ LCD നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഇതാണ് LCDയുടെ ഉൾഭാഗം. നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് നോക്കാം. ഇതിനു മുമ്പ് ചെയ്ത സെയിം PCB തന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചാർട്ടിലൊന്നും വ്യത്യാസമില്ലാത്തതുകൊണ്ടാണ് ഇതിൻ്റെ ചാർട്ട് കാണിക്കാത്തത്. PCBയിൽ കുറച്ച് വലിപ്പം കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ ചാർട്ട് നമ്മൾ കാണിക്കാത്തത് ഇതിന് മുമ്പുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞു നമ്മുടെ പ്രിൻ്റർ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് നമുക്ക് ചാർട്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇതിൻ്റെ ചാർട്ട് കാണിക്കാത്തത്. കാരണം ഇതിൻ്റെ ചാർട്ട് ഇതിനു മുമ്പ് കാണിച്ച സെയിം വീഡിയോയിലുള്ളത് തന്നെയാണ്. അതായത് 96 വോൾട്ടിൻ്റെ ആണ്. ഇതിൽ വ്യത്യാസം വന്നിരിക്കുന്നത് MOSFET ആണ്. അതേപോലെ സെൻഡസ്റ്റ് കോയിലും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലോട്ടൊന്ന് പോകാം. ഇതിൻ്റെ ഹീറ്റ് സിങ്ക് വരുന്നത് ഹൈറ്റ് കൂടിയ ഹീറ്റ് സിങ്ക് ആണ്. അപ്പോൾ നല്ല ഹൈറ്റുള്ള ഹീറ്റ് സിങ്ക് തന്നെ ഇതിന് ഉപയോഗിക്കുക. ഹൈ വോൾട്ടേജും ഹൈ ആംപിയറും പാസ് ചെയ്യേണ്ടതാണ് നമ്മൾ ഇത്രയും വലിയൊരു ഹീറ്റ് സിങ്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ ഇതിൻ്റെ ലീഡ് വയർ ചെറുതാണെങ്കിലും 10 സ്ക്വയർ എങ്കിലും മിനിമം ഉപയോഗിക്കുക. കാരണം എല്ലാ ഭാഗങ്ങളും 10 സ്ക്വയർ തന്നെ ഉപയോഗിക്കുക. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇതിൽ ഉപയോഗിക്കുന്ന സെൻഡസ്റ്റ് കോറാണിത്. 3 സെൻഡസ്റ്റ് കോർ ഉപയോഗിച്ചിട്ട് 9 കോറുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 9 കോറിലാണ് ഈ ഒരു കോയിൽ ചുറ്റി എടുത്തിരിക്കുന്നത്. അപ്പോൾ 9 കോറിൽ നമ്മൾ ഈ ഒരു കോയിൽ ചുറ്റി എടുത്തിരിക്കുന്നത് 240 VH ആണ് ഇതിൻ്റെ വാല്യൂ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. ഇനി അടുത്ത ഭാഗം വരുന്നത് കൂളിംഗ് ഫാൻ സെക്ഷനാണ്. അപ്പോൾ ഈ കൂളിംഗ് ഫാൻ സെക്ഷൻ ഇതിൽ ഹൈ പവർ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഹൈ ക്വാളിറ്റിയുള്ള ഡബിൾ ഫാനാണ്
ഫാനാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ ചൂട് പുറത്തോട്ട് പോകുന്നതിന് വേണ്ടിയാണ്. കാരണം നല്ല വെയിലുള്ള സമയത്തൊക്കെ ബാറ്ററി ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കത് ചാർജിങ് നടക്കും. അപ്പോൾ പെട്ടെന്ന് ചൂടാകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ചൂട് പുറത്തോട്ട് വലിച്ചു കളയുന്നതിന് വേണ്ടിയാണ് ഇത്രയും ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള 2 ഫാൻ വെച്ചിരിക്കുന്നത്. അതേപോലെ ഈ ഭാഗത്ത് വരുന്ന 2 ചെറിയ ഹീറ്റ് സിങ്ക് സാധാരണ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ ഇരട്ടി വലിപ്പമുണ്ട്. കാരണം ഇത് പകുതി ഉണ്ടാവുകയുള്ളൂ. ഇരട്ടി വലിപ്പവും ഇതിൻ്റെ കട്ടിയും കൂടുതലാണ്. അപ്പോൾ ഇവിടെ 5 വോൾട്ട്, അതേപോലെ ഈ ഭാഗത്ത് വരുന്നത് SMPSൻ്റെ സെക്ഷനാണ്. ഇനി ഇവിടെ റിലേ സ്വിച്ച് 40 ആംപിയറിൻ്റെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സ്വിച്ചിൻ്റെ ഇവിടെ വരുന്ന 3 കണക്ഷൻസ് ഉണ്ട്. ഒരെണ്ണം ഓട്ടോ സോളാർ, ഒരെണ്ണം പവർ ഓൺ, ഒരെണ്ണം കാലിബ്രേഷൻ. ഇനി നമുക്ക് ഈ ഭാഗത്തോട്ടൊന്ന് പോവുകയാണെങ്കിൽ ഈ ഹീറ്റ് സിങ്ക് വളരെ ഹൈറ്റ് കൂടിയതും ഇവിടെ സ്പേസ് കൂടുതൽ കിട്ടുന്ന രീതിയിലുള്ള ഹീറ്റ് സിങ്ക് വേണം സെലക്ട് ചെയ്യാനായിട്ട്. 88 mm ആണ് ഇതിൻ്റെ ഹൈറ്റ്. അപ്പോൾ ഇത്രയും ഹൈറ്റ് വരുമ്പോൾ ഇവിടെ ഇതിൻ്റെ ഫ്ലവറുകൾ താഴത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വരുന്ന ഫിൽട്ടർ കപ്പാസിറ്ററുകളൊന്നും ഇടാൻ പറ്റില്ല. ഇത് കാരണം ഇവിടെ വരുന്ന ഫിൽട്ടർ കപ്പാസിറ്റർ നമ്മൾ ഇട്ടിരിക്കുന്നത് 100 UF 450 വോൾട്ടിൻ്റെ ആണ്. അപ്പോൾ നല്ല ഹൈറ്റ് വരും. അതേപോലെ ഇവിടെ വരുന്ന ബോക്സ് കപ്പാസിറ്റർ 450 വോൾട്ട് 1.5 MFDയുടേതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ ഈ സെൻട്രസ്റ്റ് കോറിൻ്റെ ഇടയിൽ ഒരു 1.5 450 വോൾട്ടിൻ്റെ കപ്പാസിറ്റർ. അപ്പോൾ അത്രയാണ് ഇതിൽ സ്പെഷ്യലായിട്ട് വരുന്നത്. പിന്നെ ഇതിലൊരു ചെറിയ 104ൻ്റെ കപ്പാസിറ്റർ വരുന്നുണ്ട്. അപ്പോൾ ആ 104 കപ്പാസിറ്റർ ഇവിടെ 1 2 3 ഈ ഭാഗത്തും വരുന്നുണ്ട്, 4 എണ്ണം. അപ്പോൾ 104ൻ്റെ കപ്പാസിറ്റർ 630 വോൾട്ടിൻ്റെ ഇടണം. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ 100 വോൾട്ടിൻ്റെയൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ 100 വോൾട്ടാണ് ഇടാറ്. അപ്പോൾ 96 വോൾട്ട് മുതൽ നിങ്ങളിത് ഹൈ വോൾട്ട് ആയതുകൊണ്ട് ഹൈ വോൾട്ടിൻ്റെ കപ്പാസിറ്റർ തന്നെ ഇടുക. അതുപോലെ ഈ SMPS സൈഡിലും 104ലെ 400 വോൾട്ടിൻ്റെ കപ്പാസിറ്ററാണ് SMPSൻ്റെ സൈഡിലും ഇടേണ്ടത്. ബാക്കിയെല്ലാം ഏകദേശം സെയിം തന്നെയാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള, ഞാൻ ഈ വയറിന് ചിലപ്പോൾ നീളം കുറവായതുകൊണ്ടാണ് ഈ ബോർഡ് ഇങ്ങോട്ട് ഇറക്കി വെച്ചത്. ഇത്തിരി കൂടി നീളം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഹീറ്റ് സിങ്ക് ഈ ഫാനിൻ്റെ തൊട്ടടുത്ത് വരുന്ന രീതിയിൽ വേണം പിടിപ്പിക്കുക. അപ്പോൾ ഇത് ഏകദേശം ഒരു 2 ഇഞ്ചോളം കൂടി ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് കയറി വേണം ഇതിൽ ഫിറ്റ് ചെയ്യാൻ. നമുക്ക് ഇതിൻ്റെ കണക്ഷൻ ഭാഗമൊക്കെ നന്നായിട്ട് ഒതുക്കി വെക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഈ വയറ് ചെറുതായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ അടുപ്പിച്ച് വെച്ചത്. ശരിക്കും നമ്മളിത് കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കി വെക്കാം. കാരണം ഈ നെറ്റിന് നല്ല സ്പേസ് ഉണ്ട്. ഇപ്പോൾ ഇത് 9 സെൻട്രസ്റ്റ് കോറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിൽ തന്നെ നമുക്ക് 12 സെൻട്രസ്റ്റ് കോർ കൂടി ഉപയോഗിക്കാം. 12 സെൻട്രസ്റ്റ് കോർ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് 4 കോറുകൾ ഉപയോഗിക്കാം. 4 4 8 8 4 12. അപ്പോൾ ഈ 4 കോറും കൂടി വരുമ്പോൾ ഏകദേശം ഇത്രയും വരും. അപ്പോൾ ഈ ഒരു ക്യാബിനറ്റ് കറക്റ്റാണ്. ഈ ഒരു കോറ് കുറച്ചുകൂടി വലിപ്പം കൂടുമ്പോൾ ഏകദേശം ഇത്രയും കൂടി ലെങ്ത്ത് വരുന്നതുകൊണ്ട് ഈ ക്യാബിനറ്റിൽ മുട്ടാതെ തന്നെ നല്ല ഫ്രീ സ്പേസിൽ നിൽക്കും. അപ്പോൾ ഇത്രയുമാണ് ഈ 120 വോൾട്ടിൻ്റെ MPPT-നെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ PCBയും കാര്യങ്ങളും നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചതുകൊണ്ട് അത് നമ്മൾ വീണ്ടും എടുത്ത് കാണിക്കുന്നില്ല. ആ ഒരു സെയിം PCBയിൽ A to Z നമുക്ക് ഇതേപോലെ ഫുള്ളായിട്ട് അസംബിൾ ചെയ്യാവുന്നതാണ്. നമ്മൾ ഇതിനു മുമ്പും ഇതേപോലെ ഫുള്ളായിട്ട് അസംബിൾ ചെയ്ത ഒരു യൂണിറ്റ് കാണിച്ചിട്ടുണ്ട്. അത് 12 വോൾട്ടിൻ്റെ ആണ്. അപ്പോൾ അതിനേക്കാളും ഇരട്ടിയിലും വലിപ്പമുള്ള ക്യാബിനറ്റും കാര്യങ്ങളും ഒക്കെയാണെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ സിസ്റ്റം എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഈ ഒരു MPPT-നെ കുറിച്ച് പറയാനുള്ളത്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.